CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. ജില്ലാ സെക്രട്ടറിയായി വി ജോയ് തന്നെ തുടരാനാണ് സാധ്യത. പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ജില്ലാ കമ്മിറ്റിയും നിലവിൽ വരും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, പാർട്ടിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്ന ജില്ലാ സമ്മേളനമാണ്. ഇന്ന് സമാപനമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആതിര, വിമർശനവും സ്വയം വിമർശനവുമായി CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സമാപിക്കുകയാണ്. സർക്കാരിനെയും പാർട്ടിയെയും തിരുത്തുകയും സംഘടനാപരമായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സമാപിക്കുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. വിഴിഞ്ഞത്ത് വലിയ പാർട്ടി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയും CPM സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുൻപായിട്ടായിരിക്കും സമ്മേളനം പുതിയ ജില്ലാ കമ്മിറ്റിയെ തീരുമാനിക്കുക. നിലവിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയ് തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. പക്ഷേ കുറെ കൂടി പുതുമുഖങ്ങളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയാണ് പ്രധാനമായിട്ടും ഉള്ളത്. നിലവിൽ ഉള്ള ജില്ലാ കമ്മിറ്റി കുറെ കൂടി മുതിർന്ന ആളുകളെ കൊണ്ടുള്ള ജില്ലാ കമ്മിറ്റിയാണെന്ന തരത്തിലാണ് വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുതുമുഖങ്ങളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താൻ CPM തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 പുതുമുഖങ്ങളെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവരാനാണ് സാധ്യത. അതിൽ ആനാവൂർ നാഗപ്പനും A. റയും നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ്. അപ്പോൾ 2 പേരുടെ ഒഴിവ് ഉണ്ടാകും. ആ ഒഴിവിലേക്ക് ഉൾപ്പെടെ പുതുമുഖങ്ങളെ പരിഗണിക്കുകയാണ് CPM. അതിൽ MLA-മാരായിട്ടുള്ള VK പ്രശാന്ത്, G. സ്റ്റീഫൻ, OS അംബിക എന്നിവരുടെ പേരാണ് ആദ്യമായി കേൾക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഏരിയ സെക്രട്ടറിമാരായി തുടരുന്ന 2-3 ടീമുകളായി ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ള പ്രസന്നൻ, ഷൗക്കത്ത് അലി എന്നീ ഏരിയ സെക്രട്ടറിമാരുണ്ട്. അവരെ കൂടി പ്രഥമമായി പരിഗണിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ഈ 2 പേരെ പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന്, യുവത്വത്തിന്റെ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് പ്രായം കുറഞ്ഞ ഒരു ആളെ പരിഗണിക്കുകയാണെങ്കിൽ അത് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെ ആയിരിക്കും. ആര്യ രാജേന്ദ്രനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ സജീവമായ ചർച്ച ജില്ലാ കമ്മിറ്റിയിലുണ്ട്. അങ്ങനെ പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന ഒരു പുതിയ ജില്ലാ കമ്മിറ്റിയായിരിക്കും ഇത്തവണ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിലവിൽ വരിക. അതിൽ വി ജോയ് തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വൈകിട്ടാണ് ഈ പൊതുസമ്മേളനം. 5 മണിക്ക് മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. വലിയ ആൾക്കൂട്ടത്തെ, വലിയ പാർട്ടി പ്രവർത്തകരെ CPM അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തൊരു ചെങ്കടലാക്കി മാറ്റാനുള്ള സംഘടക പ്രവർത്തനങ്ങളാണ് CPM തുടരുന്നത്. വൈകിട്ട് 3 മണിയോടുകൂടി റാലി ആരംഭിക്കും. 5 മണിക്ക് മുഖ്യമന്ത്രി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സമാപിക്കും. അതിര, എന്തായാലും പാർട്ടിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്ന സമ്മേളനമാണ് ഇന്ന് അവസാനിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിയായി വി ജോയ് തന്നെ തുടരും എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ് തിരുവനന്തപുരത്ത് നിന്ന്.